രാവിലെ ഒന്ന് ചെറുതായിട്ട് നടക്കുകയും എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷമുള്ള നിപ്പാണ് കേട്ടോ. ഇനി കുളിക്കണോ അതോ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിക്കണോ എന്നൊക്കെയുള്ള ചിന്തയാണ്. സൺഡേ ആണ് ഇന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ചേട്ടായി എഴുന്നേറ്റിട്ടില്ല. ഞാനൊരു 6 മണി തൊട്ട് ഉണർന്നിങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ 7 മണി 7:30 ആയപ്പോഴാണ് എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കുളിക്കണോ വേണ്ടായോ എന്ന് ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി അന്ന് എഴുന്നേൽക്കൊന്നുമില്ല. എനിക്ക് രാവിലെ മരുന്നും കഴിക്കേണ്ടതുകൊണ്ട് ഞാനൊരു മുട്ടയും പുഴുങ്ങി കഴിച്ച് കടലയും കൂടെ വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ടി വിയിൽ പാട്ടിട്ടിട്ടുണ്ട്. മുട്ടയും കടലയും വേവിച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചായിരുന്നേ. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. നല്ല ശരിക്ക് വെള്ളവും കുടിച്ചു. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാവിലെ കടന്നു പോകുന്നത്. കാപ്പി ഉണ്ടാക്കണമെന്നായിരുന്നെങ്കിൽ ഇപ്പം കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിന്നേനെ ഞാൻ അടുക്കളയിൽ. അപ്പോൾ ഞാൻ കടല വേവിച്ചതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ശീലമില്ലാത്ത ഒരു പരിപാടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ശീലമുള്ളത് ചായ കുടിച്ച് ആയിരുന്നല്ലോ. പിന്നെ അത് മധുരമില്ലാത്ത ചായയാക്കി കുടിക്കാനായി. പിന്നെ ഇപ്പോൾ ദാ എടുക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കുടിക്കുന്നത്. വെറും വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഞാൻ കുറേ അധികം വെള്ളം കുടിച്ചായിരുന്നു. അപ്പോൾ ഇനിയും വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവറും കൂടെ വെള്ളത്തിനുണ്ടെങ്കിൽ ഒരു ഗുമ്മല്ലേ. അങ്ങനെ ഞാൻ വെള്ളത്തിൽ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് 1 സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ. പഞ്ചസാരയെക്കാട്ടിലും ഒക്കെ നമ്മൾ തേൻ കുടിക്കുന്നതാണ് നല്ലതെന്നാണ്, തേൻ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി കഴിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ട് ഇനി ഗുളികയൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേന് ചേട്ടായി എഴുന്നേൽക്കുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും. ഉടനെ കിടന്നുറങ്ങിയില്ല. ഒരു അരമണിക്കൂറൊക്കെ ഫോണും നോക്കി ടി വിയും കണ്ടൊക്കെ ഇരുന്നു. എന്നിട്ടും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അധികം രാവിലെ എഴുന്നേറ്റായിരുന്നേ. അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നൊന്ന് മയങ്ങിയായിരുന്നു. അപ്പോഴത്തേന് ചേട്ടായി റെഡിയായി. അങ്ങനെ ഞാനും റെഡിയായി. പിന്നെ ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് വരാം.